दायं चावतारस्ते भुवो भारजिहिर्षया स्वानां चानन्यभावाना मनुध्यानाय चास्यक्य വിവർത്തനമൻ ഭാവാത്തമ്പ ശിലപ്രഭാത് അപ്രകാരം ലോകഭാരം ന്യൂനീകരിക്കാനും അങ്ങയുടെയും മിത്രങ്ങളുടെയും സവിശേഷമായി അങ്ങയുടെ വിശിഷ്ട ഭക്തരുടെയും നന്മയ്ക്കായും അങ്ങയിൽ തന്നെ ധ്യാനനിമഗ്നരായവരുടെ നന്മയ്ക്കായും അങ്ങ് അവതരിച്ചു. ഭാവാർത്ഥം: ഭഗവത് ഭക്തരോട് പക്ഷാഭേദമുള്ളവനായി ഭഗവാൻ കാണപ്പെടുന്നു. ഏവരും ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ ഏവർക്കും സമാനനെങ്കിലും സഹജനങ്ങളോടും ഭഗവത് ഭക്തരോടും അധിക ചായ്വ് പ്രകടിപ്പിക്കുന്നു. ആർക്കും തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവോ പുത്രനോ ആകാൻ സാധ്യമല്ല. ഭഗവാന്റെ അതീന്ദ്രിയവും സർവാതിശയവും ആത്മജ്ഞാനപരവുമായ ലീലയാണത്. ഭൗതിക ആശയങ്ങളായ ബന്ധങ്ങൾ, പിതൃത്വം, പിതൃത്വഭാവം, പിതൃധർമ്മം തുടങ്ങിയവ പോലുള്ളവയുമായി അവയ്ക്ക് യാതൊരു ബന്ധമില്ല. മുകളിൽ പ്രസ്താവിച്ചതുപോലെ ഭൗതിക പ്രകൃതിക്ക് അതീതനാണ് ഭഗവാൻ എന്ന് മാത്രമല്ല, അപ്രകാരം ഭഗവത് ബന്ധുക്കളും ഭക്തിയുത സേവനങ്ങളും തമ്മിൽ ലൗകികമായി യാതൊരു ബന്ധവുമില്ല. ഇതാണ് അർജുനൻ അർപ്പിക്കുന്ന മൂന്നാമത്തെ പ്രാർത്ഥന. ഇനി ഒരു പ്രാർത്ഥന കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഭഗവാൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ആ തിളക്കവും ചൂടും ഒക്കെ അർജുനന് അത്രമേൽ ഭയപ്പെടുത്തിയിരുന്നു. അങ്ങനെ അർജുനൻ ഭയപ്പെട്ട് ഭഗവാന്റെ അഭയം പ്രാപിക്കാനും സംരക്ഷണം ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയിലെ മനോഹരമായ വരികളാണ്. അച്യുതാത്മാവ് ആ ബ്രഹ്മാസ്ത്രം വിടുമ്പോൾ അശ്വത്ഥാത്മാവിന് ബ്രഹ്മാസ്ത്രം പിൻവലിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടായില്ല. പക്ഷേ എന്നാലും അശ്വത്ഥാത്മാവ് അർജുനന് നേരെ ആ ബ്രഹ്മാസ്ത്രം അയക്കുകയാണ്. ഭഗവാന്റെ ആ വളരെ പേടി അനുഭവപ്പെട്ടേക്കാം. ജീവാത്മാക്കൾ ലോകത്തുള്ള എല്ലാവർക്കും ഉള്ളൊരു സ്വാഭാവിക ലക്ഷണമാണ് ഈ പേടി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പേടിയുണ്ട്. അതായത് ഞാൻ മരിച്ചുപോയ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ജോലി നഷ്ടപ്പെട്ട എന്താ ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് പേടികൾ ഭൗതിക ലോകത്തിൽ എല്ലാവർക്കും ഉണ്ട്. ഓരോ ദിവസവും എല്ലാവർക്കും ഇങ്ങനെ ഓരോ പേടികളുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ അർജുനനും. ഭഗവാന്റെ ഇത്ര വലിയ പരിശുദ്ധനായ ഭക്തനായിട്ട് പോലും അർജുനനും ആ അശ്വത്ഥാത്മാവ് അയക്കുന്ന ആ ഒരു ബ്രഹ്മാസ്ത്രം കാണുമ്പോൾ ആ പേടി വരികയാണ്. അപ്പം അങ്ങനെ അർജുനൻ ഭഗവാന്റെ അടുത്തേക്ക് പോകുകയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയല്ല പലപ്പോഴും പേടി എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്താണ് പറ്റുക എന്നാണ് അർജുനൻ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജിഹീർഷയ, അതായത് അകറ്റാനായിട്ട്. ഭാരം എന്ന് വെച്ചാൽ ഭാരം. ഭൂവ എന്ന് വെച്ചാൽ ഭൗതിക ലോകത്തിൽ ഭഗവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അല്ലെങ്കിൽ അർജുനൻ പറയുന്ന പോലെ ഭഗവാന് വിവിധ തരത്തിൽ ഭഗവാന്റെ അവതാരങ്ങളെടുത്ത് ഭഗവാൻ ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായിട്ട് വരികയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രഭുപാദർ പറയുന്നുണ്ട്, ജീവജാലങ്ങൾ വർദ്ധിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ജനസംഖ്യ വർദ്ധിച്ചതുകൊണ്ടോ ഒന്നും ഭൂമിദേവിക്ക് ഒരിക്കലും ആ ഒരു ഭാരം അനുഭവപ്പെടുന്നില്ല. ഭഗവാന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഭൗതിക ലോകം എന്ന് തന്നെ. അപ്പം അങ്ങനെ ഭഗവാന്റെ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുമ്പോഴും അതുപോലെ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോഴൊക്കെയാണ് ഭൂമിക്ക് ദേവിക്ക് ഭാരം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുകൾ പാപികളായി മാറുകയാണ്. അപ്പം അങ്ങനെ മനുഷ്യരുടെ ഇങ്ങനെ പാപപ്രവൃത്തി കൊണ്ട് ഭൂമിയുടെ ഭാരം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാതെ ജനസംഖ്യ കൂടിയത് കൊണ്ടോ ബാക്കിയുള്ള ഇതുകൊണ്ടോ ഒന്നും, മറ്റുള്ള ജീവജാലങ്ങൾ വർദ്ധിച്ചതുകൊണ്ടൊന്നും ഭൂമിക്ക് ഭാരം അനുഭവപ്പെടില്ല. അപ്പോൾ അങ്ങനെ ഭൂമിക്ക് ഭാരം അനുഭവപ്പെടുമ്പോൾ ഭൂമിയുടെ ആ ഒരു അമിതഭാരം കുറയ്ക്കാനായിട്ടാണ് ഭഗവാൻ പല അവതാരങ്ങൾ എടുത്തു വരുന്നത് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ എന്താണ് ചെയ്യുക? സ്വാനാം ചാനന്യഭാവേന മനുധ്യാനായ ചാസ്യകിൽ. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തിന് മിത്രങ്ങളെയും അനന്യഭാവാനം, അതായത് വിശിഷ്ട ഭക്തരെയും അനുധ്യാനായ ചാസ്യകിൽ, ആ ഭഗവാനിൽ തന്നെ ധ്യാനനിമഗ്നനായവരെയും, അതായത് നന്മയ്ക്കായിട്ട് ഭഗവാൻ അങ്ങനെ അവതരിക്കുകയാണ്. അപ്പോൾ അതാണ് വിവർത്തനത്തിൽ പ്രഭുപാദരും പറയുന്നത്. അപ്രകാരം ലോകഭാരം ന്യൂനീകരിക്കാനും അങ്ങയുടെ മിത്രങ്ങളുടെയും സവിശേഷമായി അങ്ങയുടെ വിശിഷ്ട ഭക്തരുടെയും നന്മയ്ക്കായും
അങ്ങയിൽ തന്നെ ധ്യാന നിമഗ്നനായവരുടെ നന്മയ്ക്കായും അങ്ങ് അവതരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും വെറുതെ പറയുന്നില്ല. അപ്പോൾ അർജുനെ പോലെ ഒരു ശുദ്ധ ഭക്തനെ തിരിച്ചറിവുകളാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് കാര്യം പറയുന്നുണ്ട്. അതായത് ഭൂമിയുടെ ഈ ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരുടെ രക്ഷയ്ക്കായിട്ടൊക്കെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വാക്കാണ് ധ്യാന നിമഗ്നമായി ഇരിക്കൽ എന്ന് പറയുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പം എങ്ങനെ നമുക്ക് ഭഗവാനെ കുറിച്ച് ആ ശ്രദ്ധയോട് നമ്മൾ കേൾക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ ഭഗവാനെ നമ്മൾ ധ്യാനിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാന്റെ ഈ ഒരു അതീന്ദ്രിയ ശക്തിക്ക് നമ്മളെ വേറൊരു വ്യത്യസ്തമായ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതാണ് അപ്പോൾ നമ്മൾ ഭഗവാനെ ധ്യാനിക്കുകയും അതുപോലെ തന്നെ ഭഗവാന് വേണ്ടി ഭഗവാനെക്കുറിച്ച് ശ്രദ്ധയോടെ കേൾക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു ശരീരം കൊണ്ട് വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ആ ഹൃദയം എന്ന് പറയുന്നത് നമുക്ക് ആ ഹൃദയത്തിനെ കൃഷ്ണാബോധത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് അനുധ്യാനായ ചാസികൽ. അപ്പോൾ ആവർത്തന സ്മരണം, എങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് എങ്ങനെയെന്നാണ് പറയുന്നത്, ചാസികൽ. അതായത് പൂർണ്ണ സംതൃപ്തനായിട്ട്, അങ്ങനെ പൂർണ്ണമായിട്ട് സംതൃപ്തിയോടെ വേണം നമ്മൾ ഭഗവാനെ എപ്പോഴും സ്മരിക്കാനായിട്ട്. ഇവിടെ അർജുൻ നേരെ ബ്രഹ്മാസ്ത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാസ്ത്രം നോക്കുകയാണെങ്കിൽ ആ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന പ്രദീപ്തി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു ബ്രഹ്മാസ്ത്രത്തിൻ്റെ ആ ഒരു തേജസ് സർവ്വദിശകളിലും ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അർജുനൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മളും ഇതുപോലൊരു അപകടം നമ്മളെ സമീപിക്കുകയാണ്. വേറൊരു പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എത്തി എന്ന് തോന്നുന്ന ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ബുദ്ധി, അല്ലെങ്കിൽ നമ്മൾ അത് വെച്ച് ഭൗതികമായി എന്തെങ്കിലും ചെയ്യുക എന്നല്ലാണ്ട് നമ്മളെ രക്ഷിക്കാനായിട്ട് നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. കാരണം നമുക്കറിയാം, ഭൂമിയിൽ ഈ മരണത്തെ ജയിച്ചവരായിട്ട് ആരുമില്ല ഈ ലോകത്ത്. അതായത് മരണത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ പറ്റുന്ന ആരും തന്നെ ഇല്ല. ഇപ്പോൾ വലിയ വലിയ രാജാക്കന്മാരായാലും പൈസയുള്ള ആളുകളായാലും ആർക്കും തന്നെ മരണത്തെ ജയിക്കാനായിട്ട് ഒരിക്കലും സാധിച്ചിട്ടില്ല. അപ്പോൾ ഭഗവാന്റെ ഈ ഊർജം തന്നെയാണ് സമയത്തിൻ്റെ രീതിയിൽ ഈ ഭൗതിക ലോകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം നമുക്കറിയാം കുറച്ച് കാലം കഴിഞ്ഞാൽ നശിച്ചു പോകും. അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള എല്ലാത്തിനും നാശമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനും അപ്പുറത്തുള്ള ഭൗതിക ലോകത്തിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ കാണാനാണ് നമ്മളോട് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും തന്നെ ഈ ഭൗതിക ലോകത്തിൻ്റെ ഭാഗമായി തന്നെ ഉള്ള ആളുകളാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ നമുക്കറിയാം എല്ലാവിധ വേദനകളുണ്ട്, എല്ലാം തന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് കുറേയൊന്നും. പക്ഷേ ഇതിൽ നിന്നും പുറത്തു വരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതുപോലെ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് ഭഗവാന്റെ ശ്രദ്ധ ആകർഷിക്കാനും അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട് വല്ല മാർഗമുണ്ടോ? അപ്പോൾ ഈ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. അപ്പോൾ ഓരോ വാക്കുകൾ, അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻസ് ഉള്ള കുറേ വാക്കുകൾ ഈ ശ്ലോകത്തിൽ അർജുനൻ ഉപയോഗിക്കുന്നുണ്ട്. ഭാര, ഈ വാക്ക് നമ്മളിപ്പോൾ ഒരുവിധം ഭക്തന്മാരൊക്കെ പ്രാർത്ഥനകളിൽ നോക്കുകയാണെങ്കിൽ ഈ ഭാര എന്ന വാക്കുണ്ട്. അപ്പം അതിലൊന്ന് നമുക്ക് ഇപ്പോൾ കുന്തി ദേവിയുടെ പ്രാർത്ഥനയുണ്ട്. ഭാരാവതാരനായാനേ ഭൂവോ നാവ ഇവോധത് സീതന്ത്യപൂരി ഭാരേണ ജാത ഹ്യാത്മാ ഭുവാധിത. അതായത് കുന്തിദേവി ഭഗവാൻ അവതരിക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഭൂമിദേവി എപ്പോഴാണോ അമിതഭാരത്താൽ വേദനിക്കുന്നു, അപ്പോൾ അങ്ങയുടെ പുത്രനായ ബ്രഹ്മദേവൻ്റെ പ്രാർത്ഥന പ്രകാരം ദേവിയുടെ കഷ്ടതകളെ ലഘൂകരിക്കാനായിട്ട് വേണ്ടിയാണ് അങ്ങ് ഭൂമിയിൽ അവതരിക്കുന്നതെന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു. ഭൂമിയെ നമുക്ക് വേണമെങ്കിൽ ഒരു അമിത ഭാരമുള്ളൊരു ബോട്ടിനോട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് താരതമ്യം ചെയ്യാം. അപ്പം അങ്ങനെ കടലിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു അമിത ഭാരമുള്ളൊരു ബോട്ട്, അപ്പോൾ നമുക്കങ്ങനെ കടലിൽ നമുക്കറിയാം ഒരുപാട് പ്രക്ഷുബ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ടാണ് ആ ഒരു ബോട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു അമിത ഭാരം ആ ഒരു ബോട്ടിൽ നിന്ന് നീക്കണം. അതുപോലെ തന്നെ ഭൂമിയുടെ അമിതഭാരവും നീക്കണം. മുകുന്ദമാല സ്തോത്രത്തിൽ പറയുന്നുണ്ട്, ജയതു ജയതു ദേവോ ദേവകീ നന്ദനോയം ജയതു ജയതു കൃഷ്ണ വിഷ്ണുവംശ പ്രദീപ ജയതു ജയതു മേഘ ശ്യാമല കോമളാംഗു ജയതു ജയതു പൃഥ്വി ഭാരനാശോ മുകുന്ദ. അപ്പോൾ ഇതിൽ നോക്കിയാൽ
ജയതു ജയതു എന്നത് എല്ലാ വരികളിലും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ വരിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജയതു ജയതു ദേവോ ദേവകീ നന്ദനോയം, അപ്പോൾ ദേവകിയുടെ പുത്രനായ ഭഗവാൻ. അതുപോലെ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ജയതു ജയതു കൃഷ്ണോ വൃഷ്ണി വംശപ്രദീപ, അപ്പോൾ വൃഷ്ണി അതായത് ഭഗവാൻ ജനിച്ച ആ കുലമാണ് പറയുന്നത്. ആ കുലത്തിൻ്റെ പ്രദീപമായ ഭഗവാനാണ് എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ജയതു ജയതു മേഘ ശ്യാമള കോമളാംഗം, അതായത് ഭഗവാന്റെ ശരീരത്തെ പറ്റിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആ മേഘത്തിൻ്റെ നിറമുള്ള ആ ശ്യാമള വർണ്ണമുള്ള ഭഗവാന്റെ ശരീരത്തെ പറ്റിയാണ് പറയുന്നത്. ഇനി നാലാമത്തെ നോക്കുകയാണെങ്കിൽ ജയതു ജയതു പൃഥ്വി ഭാരനാശോ മുകുന്ദ, അതായത് ഭഗവാൻ ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ വന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ അങ്ങനെ കുഞ്ഞായിട്ട് അവതരിച്ച് വളരെ വളരെ ശുഭകരമായൊരു കാര്യമാണ്. അപ്പോൾ അത് ചെറിയ കാര്യമല്ല, വളരെ ശക്തമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ വിവിധ ഭക്തന്മാർ തങ്ങളുടെ പ്രാർത്ഥനയിൽ അതുകൊണ്ട് ഈ ഭാര എന്ന വാക്ക് ഒരുപാട് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അടുത്തത് ശ്ലോകത്തിൽ നോക്കുകയാണെങ്കിൽ അർജുൻ ഉപയോഗിച്ചിരിക്കുന്നത് അനന്യഭാവന ശാസ്യക്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഭഗവത്ഗീത 9-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് അനന്യ ചിന്തയെന്തോമാ യേജനോ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യം, അതായത് ഭഗവാൻ പക്ഷാഭേദമൊന്നുമില്ലാത്തൊരാളാണ്. അതായത് ഭക്തനായ ശേഷം ആ ഒരു ഭക്തനായി കഴിഞ്ഞിട്ടും ഒന്നും വ്യത്യാസമില്ല എന്നാണ്. അപ്പോൾ ആ ഒരു പ്രസ്താവന സത്യമാണെങ്കിൽ നമ്മളെപ്പോഴും ഭക്തർ മാത്രമായിട്ട് ഇവിടെ പറയുന്നത് നോക്കാം. അതായത് ഭഗവാൻ ഇവിടെ പറയുന്നത് എൻ്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ധ്യാനിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അതുപോലെ തന്നെ ഈ അധ്യായത്തിൽ തന്നെ വേറൊരു ശ്ലോകം പറയുന്നുണ്ട് സമൂഹം സർവഭൂതേഷു നമേ ദേശോസ്തി നപ്രിയ യേ ഭജന്തേതു മാം ഭക്തിയ മൈദേതേഷു ചാഭ്യഹം, അതായത് ഭഗവാൻ പറയാണ് എനിക്കാരോടും അസൂയയില്ല, പക്ഷാതാപവും ഇല്ല, എല്ലാത്തിനോടും സമഭാവനയാണ് എനിക്കുള്ളത്. പക്ഷേ ഭക്തി പുരസ്സരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എൻ്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്, ഞാൻ അവനിൽ അധിവസിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ 9-ാമത്തെ അധ്യായം ഭഗവത്ഗീത നമ്മൾ നോക്കുകയാണെങ്കിൽ രാജവിദ്യ രാജഗുഹ്യ യോഗ എന്നാണ് പേര്. അപ്പം അതിൽ 2-ാമത്തെ ശ്ലോകമുണ്ട്. അതിൽ പറയുന്നുണ്ട് രാജവിദ്യ രാജഗുഹ്യ പവിത്രമിതമുത്തമം പ്രത്യക്ഷവ ഗമം ധർമ്മം സുസുഖം കർത്തുമവ്യയം. അപ്പോൾ ആദ്യത്തെ 6 അധ്യായങ്ങൾ ഭഗവത്ഗീത കർമ്മയോഗത്തെ പറ്റിയാണ് പറയുന്നത്. അവസാനത്തെ 6 അധ്യായമാണെങ്കിൽ ജ്ഞാനയോഗത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പം നടുവിലുള്ള ഈ ഒരു 6 അധ്യായം നമുക്കറിയാം ഭക്തിയോഗത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീതയുടെ തന്നെ ഹൃദയം എന്ന് പറയുന്ന ആ ഒരു നടുവിൽ വരുന്ന ഒരു അധ്യായമാണ് 9-ാമത്തെ അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് പറയുന്നത്. അപ്പോൾ രാജവിദ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അറിവ്, ഏറ്റവും ഉയർന്ന ആ ഒരു അറിവ്. അതുപോലെ രാജഗുഹ്യം എന്ന് പറയുന്നത് ഏറ്റവും രഹസ്യമായത്. അപ്പോൾ അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഈ ജ്ഞാനം രാജവിദ്യയാണ്, അതായത് രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യവും പവിത്രവുമാണ്. നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നതുകൊണ്ട് ധർമ്മത്തിൻ്റെ പരിപൂർണതയാണിത്, ശാശ്വതവും സന്തോഷത്തോടെ ചെയ്യാവുന്നതുമാണത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ രഹസ്യമായൊരു അറിവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ എന്തു പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഈ ഒരു പക്ഷാതാപം അതായത് നിഷ്പക്ഷത, അപ്പം നമ്മൾ എന്താണ് അതിനു വേണ്ടി ചെയ്യുന്നത് എന്നാണ്. അപ്പം അതും ഈ ഒരു അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ഭഗവാൻ 9-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഇതം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യമനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷസേഷുപ. അതായത് അർജുനോട് ഭഗവാൻ പറയാണ്, പ്രിയപ്പെട്ട അർജുന, നീ ഒരിക്കലും എന്നിൽ അസൂയാലു ആയിട്ടില്ല. അതിനാൽ അതീവ രഹസ്യമായ ഈ ജ്ഞാനവും വിജ്ഞാനവും നിന്നെ ഗ്രഹിപ്പിക്കാം. അപ്പം ഇതറിഞ്ഞാൽ ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നിനക്ക് മുക്തനാകാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്ന ഈ ഒരു അറിവെന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ അറിവിനേക്കാളും വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഈ അറിവ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനും ഒരു യോഗ്യത. ആ ഒരു യോഗ്യതയാണ് ഭഗവാനോട് അസൂയയില്ലാണ്ട് പ്രവർത്തിക്കുക എന്നതാണ്. അപ്പോൾ ഭഗവാനോട് എങ്ങനെയാണ് നമുക്ക് അസൂയ ഉണ്ടാകുന്നത്? അപ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ ഇത് പറയുന്നുണ്ട് ഭക്താനാം യജ്ഞതപസാം സർവ്വലോകമഹേശ്വരം സുഹൃതം സർവ്വഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. അപ്പോൾ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ആസ്വാദകൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്ന് നമ്മൾ സ്വയം ആസ്വാദകനാണ് എന്ന് നമ്മൾ വിചാരിച്ച് അങ്ങനെ ഭഗവാനിൽ നിന്ന് വേർപെട്ട് സ്വയം ആസ്വാദകനാകാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഭഗവാനോട് ആ ഒരു അസൂയ നമ്മൾ അറിയാതെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ സഹിഷ്ണുത, സമചിത്തത, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിൽ നിന്ന് തടയുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വീകാര്യത കാരണം നമുക്ക് സമചിത്തത കൈവരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ സ്വയം എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളാണ് എല്ലാത്തിൻ്റെയും നിയന്ത്രിക്കുന്ന ആളെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു വിനയം പോകുമ്പോൾ നമ്മൾ അസൂയാലുക്കളാവുകയാണ്. അപ്പോൾ അർജുനൻ ഇവിടെ പറയുന്നുണ്ട്, ഭഗവാൻ അർജുനൻ അസൂയയില്ല. ഭഗവാനോട് അർജുന് ഒരിക്കലും അസൂയ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ജ്ഞാനവും വിജ്ഞാനവും ഒക്കെ അർജുനന് മനസ്സിലാവും എന്നാണ് പറയുന്നത്. അപ്പോൾ 7-ാം അധ്യായത്തിൽ ആ ഒരു ഭൗതികമായിട്ടുള്ള അറിവാണ് പറയുന്നത്. ഭഗവാൻ അവിടെ സന്നിഹിതനാണ് എന്ന് നമുക്ക് പറഞ്ഞു തരാനായിട്ട് 8-ാം അധ്യായത്തിലും ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് ബോധിപ്പിച്ച് തരുന്നുണ്ട് ഭഗവാൻ. അപ്പോൾ ഈ ഒരു പ്രപഞ്ചമെമ്പാടും ഭഗവാൻ വ്യാപിച്ച് നിൽക്കുകയാണ് അവ്യക്തമായ ആ ഒരു രൂപത്തിൽ. അതുപോലെ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, സർവ്വഭൂതങ്ങളും എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൃഷ്ടിജാലങ്ങളൊന്നും എന്നിലല്ല സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഭഗവാന്റെ ആ ഒരു പ്രഭാവം കൊണ്ട് എല്ലാത്തിൻ്റെയും പരിപാലകനും അതുപോലെ തന്നെ സർവ്വവ്യാപിയുമാണ് ഭഗവാനെങ്കിലും ആ ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരംശമല്ല ഭഗവാൻ. പകരം എന്താണ്, ഈ ഒരു എല്ലാ ലോകത്തിൻ്റെയും എല്ലാ പ്രപഞ്ചങ്ങളുടെയും ഉത്ഭവസ്ഥാനം ഭഗവാനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും ഭഗവാനിലുണ്ട്, അല്ലാണ്ട് ഭഗവാൻ അവയിലല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അടുത്ത ശ്ലോകത്തിൽ എല്ലാം എന്നിലല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിതെങ്ങനെ മനസ്സിലാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? എല്ലാ ജീവജാലങ്ങളും എന്നിലുണ്ട്, അതുപോലെ തന്നെ എല്ലാം എന്നിലില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഈ അറിവ് നമ്മോട് ഭഗവാനെ നേരിട്ട് ഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ സൃഷ്ടിയിലുണ്ട്, എന്നാൽ ഭഗവാൻ സൃഷ്ടിയിലില്ല. രണ്ടും സത്യമാണ്, എന്നാൽ പരസ്പര വിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനിൽ ഒരേ സമയം നിലനിൽക്കുന്ന ഈ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ നിഗൂഢമായ ആ ഒരു ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. സമയം ഒരു ഊർജ്ജമാണ്. അപ്പോൾ അതിനാൽ ഇവിടെ ആ ഒരു ഘടകം സമയമാണ്. ആ സമയം എന്ന് പറയുന്നത് നമ്മുടെ വാച്ചിൽ കാണുന്ന ആ ഒരു സമയത്തെ അല്ല പറയുന്നത്. ആ ഭഗവാന്റെ ഒരു ഊർജ്ജത്തിൻ്റെ ഇതാണ് പറയുന്നത്. അത് ഭൂതം, ഭാവി, വർത്തമാനം അങ്ങനെ ആ ഒരു രൂപത്തിൽ നമ്മുടെ ആ ഒരു ജീവിതത്തിൽ തുടർച്ചയായ അനുഭവങ്ങളുണ്ടെന്ന് ഉറപ്പാക്കുന്നതാണ്. അപ്പം ഇത് വളരെ ഭംഗിയായി സംയോജിപ്പിച്ചിരിക്കുന്നതിനാൽ അത് പ്രകടമാകുന്നു. അപ്പോൾ മുൻകാലങ്ങളിൽ സംഭവിച്ചത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഭാവിയിൽ ഇനി എന്തൊക്കെയോ സംഭവിക്കും. അപ്പം അതെല്ലാം ഭഗവാന്റെ ആ ഒരു ഊർജ്ജമാണ്. അപ്പം ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു മനോഹരമായി പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ബ്രഹ്മാവ് ഒരിക്കൽ ഭഗവാനെ പരീക്ഷിക്കാൻ വരുന്നുണ്ട് വൃന്ദാവനത്തിൽ. അപ്പോൾ ബ്രഹ്മാവ് ഈ ഭഗവാന്റെ കൂടെയുള്ള പശുക്കളെയും അതുപോലെ ഗോപാലന്മാരെയും ഒക്കെ ഒളിപ്പിച്ചു വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു സെക്കൻഡ് ബ്രഹ്മാവ് ബ്രഹ്മലോകത്ത് പോയി വരുമ്പോൾ ഇവിടെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ആത്മീയ ലോകത്ത് ആ ഒരു നിമിഷം എന്ന് പറയുന്നത് അത്രയും അനന്തമാണ്. അപ്പോൾ അതാണ് ആത്മീയ ലോകത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്, അത് ഏതാണ്ട് നിശ്ചലമായതുപോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദേവതകൾ ഇവിടെ അർച്ചന വിഗ്രഹമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു വികാരങ്ങളില്ല എന്നല്ല, അവർക്കത് പ്രകടിപ്പിക്കാൻ കഴിയില്ലെന്നല്ല, പകരം നമുക്കവർ നിശ്ചലമായി കാണപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ ആ ഒരു ബോധം വളരെ വികസിച്ചിട്ടുണ്ട് എന്നെങ്കിൽ നമുക്ക് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മീയ ലോകത്ത് എന്തെല്ലാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു ബോധം, അത് പ്രഭുപാദരെയൊക്കെ പോലെ വളരെ ശുദ്ധഭക്തർക്ക്, അത്രയും വലിയ ശുദ്ധഭക്തർക്ക് മാത്രമാണ് സാധിക്കുള്ളൂ. അവർക്ക് മാത്രമാണ് അങ്ങനെ ഒരു കഴിവുണ്ടാവുള്ളൂ. അവർക്ക് അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ദേവന്മാരോട് പോലും സംഭാഷണം നടത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. അത്രയും ബോധം അവരുടെ ശുദ്ധവും വളരെ വികസിതവുമാണ്. അപ്പോൾ ചൈതന്യ ചരിതാമൃതത്തിൽ ഇതൊരു ഉദാഹരണം നമുക്ക് കാണാം. അതായത് രഘുനാഥ ഗോസ്വാമി, അദ്ദേഹം വളരെ കർക്കശക്കാരനായിരുന്നു. അദ്ദേഹം 3 ദിവസത്തിലൊരിക്കൽ കുറച്ച് മോരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന് ആ ഒരു ഡയറി വന്നിട്ട് ഡോക്ടറെ കാണാൻ പോവാണ്. അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടാണ്
അതെ, അദ്ദേഹം ആ ഒരു ധ്യാനത്തിന് ആത്മീയ ലോകത്തായിരുന്നു. അവിടെ അദ്ദേഹത്തിന് ഒരു നല്ല പാത്രം മധുരമുള്ള ചോറും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഭൗതിക ലോകത്ത് അല്ല അദ്ദേഹം കഴിക്കുന്നത്, ആത്മീയ ലോകത്ത് നിന്നാണ് കഴിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അത് പ്രകടമാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ സാധ്യമാണ്. അപ്പോൾ അങ്ങനെ പൂർണ്ണത കൈവരിച്ച ആളുകൾക്ക് ഇതെല്ലാം സാധ്യമാണ്. ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകാം, ആത്മീയ ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ഭഗവാന്റെ കണക്കുകൂട്ടലിൽ നമ്മൾ എത്ര സമയം പോകും, അപ്പോൾ ഭഗവാനും ഒരേ സമയം അവിടെ സന്നിഹിതനാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്കറിയാവുന്ന ഈ സർവ്വവ്യാപിയെക്കുറിച്ചുള്ള ആശയം അവതരിപ്പിക്കാനും കഴിയും. അപ്പോൾ ഭഗവാൻ അങ്ങനെ വിലക്കിയത് എങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് ആളുകൾ കരുതുന്നു. ഈ ഒരു കാര്യം കാണുമ്പോൾ തന്നെ ഭഗവാന്റെ ആ ഒരു നിമിഷം അനന്തതയ്ക്ക് തുല്യമാണ്. അതിനർത്ഥം അദ്ദേഹം വരേണ്ടതില്ല, വന്നാൽ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗോകുലത്തിൽ, വൃന്ദാവനത്തിൽ എല്ലായിടത്തും ഭഗവാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട്. അപ്പോൾ ഭഗവാൻ ഉണ്ടെന്നും അതേസമയം ഇല്ല എന്നും പറയുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ബോധം അത്രയും വികസിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഉയർന്ന രുചി അനുഭവിച്ചറിഞ്ഞാൽ മാത്രമാണ് നമുക്ക്, അങ്ങനെയാണ് ആ ഉയർന്ന രുചി നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഭഗവാനും അതാണ് പറയുന്നത്, അനന്യചിന്തയന്തോമ യേജന്യാപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമ്യഹം. അതായത് എൻ്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അർജുനാചാര്യൻ്റെ കഥ നമുക്കറിയാം. അതായത് അർജുനാചാര്യനും ഭാര്യയും ഒരു ചെറിയ കുടിലാണ്, വളരെ ലളിതവും അത്രയും വിനീതവും അത്രയും നല്ല ഭക്തരായിരുന്നു അവർ. അപ്പോൾ ഒരു ദിവസവും പ്രഭാതത്തിലുള്ള കർത്തവ്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അർജുനാചാര്യർ ഭിക്ഷ യാചിക്കാനായിട്ട് ഗ്രാമത്തിൽ പോകും. ഓരോ ദിവസവും 3 വീടുകൾ മാത്രമാണ് അദ്ദേഹം സന്ദർശിക്കുള്ളൂ. അതിനുശേഷം തനിക്കും തൻ്റെ ഭാര്യയ്ക്കും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭിക്ഷ സ്വീകരിക്കും. അത് കഴിഞ്ഞ് ഭിക്ഷാടനം ചെയ്യാത്തപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹം ഭഗവത്ഗീത വായിക്കും, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എഴുതും. അങ്ങനെ മണിക്കൂറുകളോളം അദ്ദേഹം ചെലവഴിക്കും. അപ്പോൾ ഒരു ദിവസം തൻ്റെ ജോലിയിൽ മുഴുകിയപ്പോൾ അർജുനാചാര്യൻ ഭക്ഷണത്തിനായിട്ട് ഗ്രാമത്തിലേക്ക് പോകാൻ മറന്നുപോയി. അപ്പോൾ നേരം വൈകുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വേഗം പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാം വിശ്രമിക്കുന്നതിനാൽ ഭക്ഷണമൊന്നും കിട്ടിയില്ല. അപ്പോൾ വെറും കൈയോടെ വീട്ടിലെത്തിയ അദ്ദേഹം വീണ്ടും ഭഗവത്ഗീത പഠനം പുനരാരംഭിക്കുകയാണ്. അപ്പോൾ 9-ാം അധ്യായത്തിൽ 22-ാം ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, അനന്യചിന്തയന്തോ മാം യോജനപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമ്യഹം. അപ്പോൾ എന്നാൽ സദാ ഭക്തിയോടെ ആരാധിക്കുന്നവർ, അതീന്ദ്രിയ രൂപത്തെ ധ്യാനിക്കുന്നവർ, ഇല്ലാത്തത് ഞാൻ കൊടുക്കും, അതുപോലെ ഉള്ളത് സംരക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനാചാര്യർ ഈ ഒരു പ്രസ്താവനയെ സംശയിക്കുകയും അതുപോലെ ഭഗവാൻ വ്യക്തിപരമായി എന്തും വഹിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്, ഭഗവാൻ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്, അങ്ങനെ അതുകൊണ്ട് അദ്ദേഹം യോഗക്ഷേമം വഹാമ്യഹം എന്ന വരി വെട്ടിത്തിരുത്തു അദ്ദേഹം. അപ്പം അതിനുശേഷം അദ്ദേഹം കുളിക്കാനായി പോവും. അത് കഴിഞ്ഞിട്ട് തൻ്റെ വീട്ടിൽ അപ്പോൾ 2 ആൺകുട്ടികൾ വരികയാണ്. അപ്പോൾ അവർ അരിയും പച്ചക്കറിയും അതുപോലെ പഴം, വെണ്ണ അങ്ങനെ എല്ലാം ചുമന്ന് ഭാര്യയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. അവർ അർജുനാചാര്യരുടെ ഭാര്യയോട് പറയും, ഞങ്ങൾ അങ്ങയുടെ ഭർത്താവിൻ്റെ ശിഷ്യരാണ് എന്ന് പറയും. അങ്ങനെ അപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമാവും. പക്ഷേ ഭാര്യ നോക്കുമ്പോൾ അവരുടെ മുതുകിൽ 2 പാടുകൾ കാണും. അപ്പോൾ ഭർത്താവ് തങ്ങളെ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിച്ചുവെന്നും അതുപോലെ അനുസരണക്കേട് കാണിച്ചാൽ തങ്ങളെ തല്ലിയതാണെന്നും ആൺകുട്ടികൾ പറയാണ്. അപ്പോൾ അർജുനാചാര്യർ മടങ്ങിയെത്തിയപ്പോൾ ആൺകുട്ടികളോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഭാര്യ അദ്ദേഹത്തോട് ഇങ്ങനെ പറയാണ്. അപ്പോൾ
അദ്ദേഹം ഞെട്ടിപ്പോവും. അപ്പോൾ ആശയക്കുഴപ്പത്തിലായിട്ട് ആളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് താൻ ആ എഴുതിയത് വെട്ടിയത് ഉണ്ടല്ലോ, ആ ഒരു വെട്ടാണ് അവൻ്റെ മേത്ത്. അപ്പോൾ വന്നത് കൃഷ്ണനും ബലരാമനുമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഓടി അദ്ദേഹം ആ ഒരു ഭഗവത്ഗീത ഇരിക്കണ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ശ്ലോകത്തിൽ താൻ ഉണ്ടാക്കിയ ആ ഒരു പോതലുകൾ അപ്രത്യക്ഷമായത് അദ്ദേഹം കാണും. അങ്ങനെ ഭഗവാന്റെ ആ വാക്കുകളുടെ സത്യവും ഭക്തരോടുള്ള ആ ഒരു സ്നേഹവും എല്ലാം അദ്ദേഹത്തിന്, വ്യക്തിപരമായ ആ കരുതലും എല്ലാം അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അപ്പോൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പറയുന്ന ഭഗവത്ഗീതയും അങ്ങനെ പൂർണ്ണവും ദൈവികവുമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അർജുനാചാര്യരുടെ ഭാര്യയും അങ്ങനെ ആശ്വസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ഭഗവാനെ സ്തുതിക്കുകയാണ് വളരെ സന്തോഷത്തോടെ. അപ്പോൾ ഭഗവാൻ പറഞ്ഞ ആ ഒരു ഭഗവത്ഗീത എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഉപദേശങ്ങളെ ആത്മാർത്ഥമായി സമീപിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ജീവിതത്തിൽ വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും ഒക്കെ ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഗീതാ മഹാത്മ്യത്തിൽ 7-ാം ശ്ലോകത്തിൽ ശങ്കരാചാര്യർ പറയുന്നുണ്ട്, മറ്റെല്ലാ വേദസാഹിത്യങ്ങളെയും മറികടക്കുന്ന ജ്ഞാനം ഭഗവത്ഗീത നൽകുന്നു എന്ന് പറയുന്നു. ഗീത സുഗീത കർത്തവ്യാക്കിയും അന്യൈ ശാസ്ത്രേ വിസ്തരേ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിശ്രിത എന്ന് വേണ്ട. അപ്പോൾ ഭഗവത്ഗീതയിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പറഞ്ഞതിനാൽ മറ്റ് ഒരു വേദഗ്രന്ഥങ്ങളും വായിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഒരാൾ ശ്രദ്ധയോടെ പതിവായിട്ട് ഭഗവത്ഗീത വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ യുഗത്തിൽ നോക്കുകയാണെങ്കിൽ ആളുകൾ എപ്പോഴും ലൗകികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അവർക്ക് എല്ലാ വേദസാഹിത്യങ്ങളൊന്നും വായിക്കാനുള്ള സമയമോ ഇതൊന്നും കിട്ടുന്നില്ല. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ആ ഒരേ ഒരു ഗ്രന്ഥമായ ഭഗവത്ഗീത മതി എന്നാണ് പറയുന്നത്. കാരണം എല്ലാ വേദസാഹിത്യങ്ങളുടെയും സാരാംശമാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. കൂടാതെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തന്നെ സ്വയം പറഞ്ഞതാണ്. അപ്പോൾ ഭഗവാനെ വ്യത്യസ്ത തരത്തിൽ അദ്ദേഹത്തെ ആരാധിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് എങ്ങനെ ആരാധിച്ചാലാണ് ഭഗവാന് സംതൃപ്തി എന്ന് നമ്മളോട് പറയുന്നുണ്ട്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത പ്രയച്ഛതി തദഹം ഭക്തിവ വൈഷ്ണാമി പ്രേതാത്മനഹ എന്ന് വേണ്ട. അപ്പോൾ ആ ഒരു ഇലയോ പൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫലമോ ജലമോ എന്താണെങ്കിലും കുഴപ്പമില്ല, ആ ഒരു സ്നേഹത്തോടെയും ഭക്തിയോടെയും കൂടെ എന്ത് സമർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു ഇലയോ പൂവോ കായോ എന്ത് കൊടുത്താലും ഭഗവാന് സംതൃപ്തി കിട്ടും എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു ഭൗതികമായ വസ്തുക്കളുടെ ആവശ്യം ഭഗവാനില്ല. ഭഗവാൻ നോക്കുന്നത് എന്ത് ആണ്, അതായത് ഭക്തിയോടെയും സ്നേഹത്തോടെയും ആ ഒരു ഭക്തൻ്റെ ഹൃദയമാണ് ഭഗവാൻ നോക്കുന്നത്. കാരണം ഈ ഭൗതിക ലോകം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഭഗവാന്റെയാണ്. ഭഗവാൻ അതുകൊണ്ടൊന്നും ആവശ്യമില്ല. ഈ ഭൗതിക ലോകത്ത് ഞാൻ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഭഗവാനോട് ഭക്തിയോടുകൂടി അങ്ങനെ എന്ത് സ്വീകരിക്കണം എന്ന് പറഞ്ഞാലും ഈ ഭൗതിക ലോകത്തുള്ള അത്രയും ഭക്തരിൽ നിന്ന് ഭഗവാൻ എല്ലാം സ്വീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ മഹാഭാരതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ്രൗപദിയുടെ ഭക്തി നമുക്ക് കാണാം. അതായത് ആ നിസ്സഹായയുടെ ആ ഒരു നിമിഷത്തിൽ ഭഗവാനോട് കീഴടങ്ങി ഭഗവാനോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദ്രൗപദിയുടെ വസ്ത്രം അഴിക്കാൻ ശ്രമിച്ചതിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ യുധിഷ്ഠിരൻ ആ ഒരു ചൂതുകളിയിൽ തൻ്റെ രാജ്യവും സഹോദരന്മാരും എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ദുശാസനൻ ദ്രൗപദിയെ പരസ്യമായി അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ആ കുരുസഭയിലേക്ക് ദ്രൗപദിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ ദ്രൗപദി മുടി കെട്ടിയിട്ടില്ല, അവളുടെ ആ ഒരു സങ്കടവും അപമാനത്തിൻ്റെയും ഒക്കെ അങ്ങനെ ദ്രൗപദിയെ അത്രയും അപമാനിക്കുകയാണ്. അപ്പോൾ സദസ്സിൽ വെച്ച് ദുശാസനൻ ദ്രൗപദിയുടെ ആ വസ്ത്രം അഴിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ദ്രൗപദീനെ അങ്ങനെ വസ്ത്രം അഴിക്കാൻ ശ്രമിക്കുമ്പോൾ തുടക്കത്തിൽ ദ്രൗപദി സാരി മുറുകെ പിടിച്ച് സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ദ്രൗപദീനെക്കാട്ടും ശക്തയായ ആ ഒരു ദുശാസനോട് ദ്രൗപദിക്ക് പൊരുതി നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനുശേഷം നിരാശയായിട്ട് ആ
സഭയിലുള്ള ഓരോരുത്തരോട്, ദ്രോണരോട്, ഭീഷ്മനോട്, അങ്ങനെ എല്ലാവരെയും നോക്കി സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് ദ്രൗപദി. പക്ഷേ അവരാരും ആ ദുര്യോധനോടുള്ള തൻ്റെ കൂറ് മൂലം മൗനം പാലിച്ചിരിക്കുകയാണ്. ആരും തന്നെ സഹായിക്കാൻ വരില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഒടുവിൽ ദ്രൗപദി ഭഗവാനെ രണ്ട് കൈയും, ആ വസ്ത്രത്തിൽ നിന്ന് ഉള്ള കൈയും വിട്ട്, രണ്ട് കൈയും വിട്ട് ഭഗവാനിങ്ങനെ കൈകൾ ഉയർത്തി ഭഗവാനെ വിളിക്കുകയാണ്. ആ ഒരു നിരാശയോടെ, അത്രയും ഭക്തിയോടെ ഭഗവാനെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മളെ മഹാഭാരതത്തിൽ നോക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. ഗോവിന്ദദ്വാര ഗാവാസിൻ കൃഷ്ണഗോപി ജനപ്രിയ കുരുവഹി പരിഭൂതാന മാം കിം ന ജ്ഞാനസി കേശവ ഹേ നാഥ ഹേ രാമനാഥ വ്രജനാത്രാദി ദാസന. അതായത് എന്താ ദ്രൗപദി പറയുന്നത് വെച്ചാൽ, ഗോവിന്ദ, ദ്വാരക നിവാസിയായ ഭഗവാനെ, ഗോപിമാരുടെ സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞ് ആദ്യം പറയണം. അപ്പോൾ പറയാണ്, കൗരവരാൽ ഞാൻ അപമാനിക്കപ്പെടുകയാണ് എന്ന് നിനക്കറിയില്ലേ? അത് കഴിഞ്ഞ് വീണ്ടും ഭഗവാനോട് ലക്ഷ്മി ഭഗവാനെ, വ്രജനാഥ, അപ്പോൾ കഷ്ടതകൾ നശിപ്പിക്കുന്നവനെ എന്നെ രക്ഷിക്കൂ, ഈ കൗരവരുടെ ഈ സഭയിൽ, ഈ സമുദ്രത്തിൽ ഞാൻ മുങ്ങിപ്പോവാണ്. അപ്പോൾ ഭഗവാനോട് അങ്ങനെ ഭഗവാനെ ഓരോ പേര് വിളിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ദ്രൗപദിയോടെ ചെയ്യുന്നത്. അപ്പോൾ ദ്രൗപദിയുടെ കരച്ചിൽ കേട്ട് ഉടനെ തന്നെ ഭഗവാൻ അവിടേക്ക് വരികയാണ്. അപ്പോൾ ദുശാസൻ്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാക്കിക്കൊണ്ട് ഭഗവാൻ ദ്രൗപദിയെ രക്ഷിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ദുശാസനൻ ആ വസ്ത്രം അഴിക്കും തോറും കൂടുതൽ കൂടുതൽ വസ്ത്രം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ അവസാനം ക്ഷീണിതനായിട്ട് ദുശാസനം നിർത്തുകയാണ്. അപ്പോൾ ഭഗവാന്റെ ആ ഇടപെടൽ കൊണ്ട് അങ്ങനെ ദ്രൗപദിയെ വലിയൊരു അപമാനത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. അപ്പോൾ പിന്നീട് കൃഷ്ണനെ കണ്ടുമുട്ടുമ്പോൾ ദ്രൗപദി ചോദിക്കും, ആദ്യം സഹായത്തിനായിട്ട് വിളിച്ചപ്പോൾ എന്താണ് വരാനതെന്ന്. അപ്പോൾ ഭഗവാൻ പറയും, ആദ്യം നീ നിൻ്റെ സ്വന്തം ശക്തിയെ ആശ്രയിച്ച് സാരിയെ മുറുക്കെ പിടിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് നീ സ്വയം നിന്നെ സംരക്ഷിക്കട്ടെ എന്ന് കരുതി. അതിനുശേഷം എന്തായി, ദ്രോണയുടെയും ഭീഷ്മരുടെയും മറ്റു മുതിർന്നവരെയൊക്കെ വിളിച്ചു, അവർ സഹായിക്കുമെന്ന് വെച്ച്. അത് കഴിഞ്ഞ് അവസാനമാണ് എല്ലാം കഴിഞ്ഞ് ഭഗവാനെ മാത്രം വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭഗവാനെ മാത്രം വിളിച്ചപ്പോഴാണ് ഭഗവാൻ ഒപ്പം തന്നെ വന്നേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ ദ്രൗപദിയെ പോലെ നമ്മൾ ഒരുപാട് പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ സ്വന്തം ശക്തിയോ സമ്പത്തോ അല്ലെങ്കിൽ ചുറ്റുള്ളവരോ എല്ലാവരുടെയും നമ്മൾ ആദ്യം സഹായം തേടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ ഭഗവാന് പൂർണ്ണമായിട്ട് കീഴടങ്ങുകയും വിശ്വാസത്തോടെ ഭഗവാന്റെ നാമം ജപിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ പൂർണ്ണമായ സംരക്ഷണം ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാനെ സ്മരിക്കുകയോ തൻ്റെ വിശുദ്ധമായ നാമം ഉച്ചരിക്കുന്നതോ ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ ഭഗവാൻ അവരെ സംരക്ഷിക്കും, എല്ലാ പാപങ്ങളിൽ നിന്ന് മുക്തനാക്കുകയും ചെയ്യുമെന്ന് വേദങ്ങളിൽ പോലും വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഹൃദയത്തോടെ ഭഗവാന് കീഴടങ്ങിയ ആ ഒരു ഭക്തന് മാത്രമാണ് പൂർണ്ണമായൊരു സംരക്ഷണം ഭഗവാൻ എപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആപത്ഘട്ടങ്ങളിൽ മാത്രമല്ല നമ്മൾ ഭഗവാനെ വിളിക്കേണ്ടത്, അതുപോലെ തന്നെ നമുക്ക് നല്ലത് വരികയാണെങ്കിലും എന്ത് വേണമെങ്കിലും ഏത് സാഹചര്യത്തിലും നമ്മൾ എപ്പോഴും ഭഗവാന്റെ സ്മരിക്കുകയും ജപിക്കുകയും വേണ്ടത് പ്രധാനമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കുലശേഖര രാജാവ് മുകുന്ദമാല സ്തോത്രത്തിലും പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണത്വദീയ പദപങ്കജപശ്ചരാന്തം അധ്വായുവമേ വിശതു മാനസരാജഹം സഹ പ്രാണപ്രയാണന സമയെ ഖഭവാദപിത്തഹൈ ഖണ്ഡാവരോധന വിധൗ സ്മരണം കുടസ്തി. അതായത് ഭഗവാനോട് പറയാണ്, ഈ കഫം പിത്തം വായു എന്നിവയാൽ ആ മരണസമയത്ത് തൊണ്ട ഇങ്ങനെ ഞെരുങ്ങുമ്പോൾ അങ്ങയെ സ്മരിക്കാനും അങ്ങയുടെ വിശുദ്ധനാമം ജപിക്കാനും എങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ആ ഒരു മരണസമയത്തുള്ള അന്തിമ ചിന്ത എപ്പോഴും ഭഗവാന്റെ ആ ഒരു വിശുദ്ധ നാമത്തിൽ അഭയം പ്രാപിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളി നിറഞ്ഞ എല്ലാ നിമിഷങ്ങളിൽ പോലും നമുക്ക് ഭഗവാന്റെ സംരക്ഷണം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഭഗവാനിൽ സമ്പൂർണ്ണമായി കീഴടങ്ങണം എന്നാണ് പറയുന്നത്.
അപ്പോൾ ദ്രൗപദിയുടെ കഥയിലായാലും നോക്കുകയാണെങ്കിൽ ദുരിത സമയത്ത് നമ്മളെ പൂർണ്ണമായി ഭഗവാന് കീഴടങ്ങേണ്ട പ്രാധാന്യം എന്ന് പറയുന്നത്. കാരണം എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ഭഗവാനിൽ പൂർണ്ണമായി കീഴടങ്ങിയപ്പോൾ മാത്രമാണ് ഭഗവാൻ പൂർണ്ണമായ സംരക്ഷണം ദ്രൗപദിക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ ആ ഒരു വിശുദ്ധനാമത്തിൻ്റെ ശക്തി, ഭഗവാന്റെ വിശുദ്ധനാമം ജപിക്കുന്നതിൻ്റെ ആ ഒരു ശക്തിയെ പറ്റിയാണ് പറയുന്നത്. ദ്രൗപദിയെ ആ ഒരു അപമാനത്തിൽ നിന്ന് രക്ഷിച്ചത് ഭഗവാന്റെ ആ ഒരു വിശുദ്ധമായ നാമമാണ്. അതുപോലെ ദ്രൗപദിയുടെ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ ഒരു പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ഭഗവാന്റേതായ ആ ഒരു ദൈവിക ഇടപെടൽ വരുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ. അല്ലാണ്ട് നമ്മുടെ ശക്തി കൊണ്ടോ നമുക്ക് ചുറ്റുള്ളവരുടെ ശക്തി കൊണ്ടോ ഒന്നും പറ്റില്ല. ഭഗവാന്റെ ആ ഒരു കൃപ മാത്രമാണ് അവസാനം നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഭക്തി അനുഷ്ഠിക്കേണ്ട പ്രാധാന്യം പ്രതിസന്ധിയുള്ള, നമുക്ക് ദുഃഖമുള്ള, പ്രശ്നങ്ങളുള്ള ഘട്ടങ്ങളിൽ മാത്രമല്ല നമ്മൾ ഭക്തി പരിശീലിക്കേണ്ടത്. പകരം നിത്യേന നമ്മൾ ഭക്തി ശീലമാക്കി ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും സ്മരിക്കുകയും ഒക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഭഗവാനുമായിട്ട് എപ്പോഴും ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഭഗവാന്റെ ആ ഒരു കാരുണ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ചീത്ത സമയത്ത് മാത്രമല്ല നല്ല സമയത്തും ഭഗവാനെ സ്മരിക്കാനും ഭഗവാന്റെ കഥകൾ കേൾക്കാനും എപ്പോഴും ആ ഭഗവാന്റെ സംരക്ഷണം നമ്മൾക്ക് ലഭിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഭഗവാന്റെ ആ ഒരു കാരുണ്യവും അനുഗ്രഹവും എല്ലാം നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഭഗവാന് വേണ്ടി ഭഗവാനിൽ കീഴടങ്ങുകയാണെങ്കിൽ ഭഗവാൻ എപ്പോഴും അങ്ങനെയുള്ള ഒരു ഭക്തനെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഹരേ കൃഷ്ണ.